കൂടോത്രം എന്ന ഒരു സംഭവത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഈ കൂടോത്രം എന്ന് പറയുന്ന സംഭവം? എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തെ പറ്റി പറയുന്നത്. ഈ കൂടോത്രം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ, ഒരു വീട്ടിലുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ കൊണ്ട് നിർമ്മിതി ചെയ്തിട്ട് നമ്മളെ കാമ്പൗണ്ടിൽ നമ്മളുടെ വസ്തുവിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഈ നിക്ഷേപിച്ചിട്ട് ആ വീട്ടിലുള്ളവര് ദുരിതം അനുഭവിക്കുക, ദുരിതത്തിലാക്കുക എന്നുള്ളതാണ് ഈ സാധാരണ കൂടോത്രം എന്ന സമ്പ്രദായം കൊണ്ട് ചെയ്യുന്നത്. ഇത് വാസ്തവമാണോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാൻ ഗോപിലാൽ, VL വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ യൂട്യൂബ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് എഴുതാം. ഈ കൂടോത്രം എന്ന് പറയുന്നത് കുടുംബത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. കുടുംബത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് പലതരത്തിലാണ് ഈ കുടുംബത്തെ നശിപ്പിക്കുന്നത്. അതിന് കുറേയധികം കാരണങ്ങളുണ്ടാവും. വസ്തു തർക്കത്തിന്മേലുണ്ടാകാം, അല്ലെങ്കിൽ ഈ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശത്രുതാ മനോഭാവം നേരിട്ട് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ഉപാധികൾ കണ്ടെത്തുന്നുണ്ട്. അടുത്ത മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരാളിൽ നിന്ന്, ഒരു പുരുഷനിൽ നിന്ന് സമ്പത്ത് കിട്ടിക്കൊണ്ട് വിവാഹത്തിന് മുമ്പായിട്ട് സമ്പത്ത് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഉപകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. വിവാഹശേഷം ഇത് കിട്ടാതെ വരുമ്പോൾ ഈ പെൺകുട്ടിയെ എങ്ങനെ ഇല്ലാതാക്കാം? അപ്പൊ നേരിട്ട് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൊണ്ട്, ചെയ്യുന്നവരാണെങ്കിൽ സമ്പത്ത് മോഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ, ഈ സാധനങ്ങൾ രൂപപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ സമ്പത്ത് പോയാലും വേണ്ടി, എന്റെ സമ്പത്ത് പോയാലും വേണ്ടിയില്ല, ആ കുടുംബത്തെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഈ ആഭിചാര കർമ്മത്തിലേക്ക് പോകുന്നത്. ഇത് നമുക്ക് തീർത്തും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഈ ചെയ്യുന്നവര് ഈ നീതിസാരം എന്ന ഗ്രന്ഥം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല. നീതിസാരം എന്താണ് പറയുന്നത്? ആദിത്യാനി ശരീരാനി വൈഭവ നവശാശ്വതം നിത്യസന്നിഹിതേ മൃത്യു കർത്തവ്യവും ധർമ്മ സമഗ്രഹം. ആദിത്യാനി ശരീരാനി വൈഭവ നവശാശ്വതം. നമുക്ക് ശാശ്വതമായിട്ട് നമ്മുടെ ശരീരം പോലുമില്ല, സമ്പത്തില്ല, ഭൂമികളില്ല. എന്തിനു പറയണം? നമ്മുടെ ഭാര്യയോ മക്കളോ നമുക്ക് സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ്. മരണം നമ്മളെ തൊട്ട് പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ശരീരാനി വൈഭവം നവശാശ്വതം നിത്യസന്നിഹിതേ മൃത്യു. ഏത് സമയത്തും നമുക്കിത് ഈ മരണം നമ്മളെ തൊട്ട് പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്തവ്യവും ധർമ്മ സമഗ്രഹം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സൽക്കർമ്മത്തിലൂടെ സുഹൃതം നേടുക എന്നുള്ളതാണ്. ഈ നീതിസാരം പഠിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രക്രിയയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല. അപ്പോ ഇത് എങ്ങനെയാണ് മനുഷ്യരിൽ പ്രാവർത്തികമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് ഈ തരത്തിലുള്ള ഈ ആഭിചാര കർമ്മം ചെയ്യുമ്പോൾ മനുഷ്യന് സ്ഥിരമായി ഈ രോഗദുരിതങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായി മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക, കുടുംബത്തിൽ പരസ്പര കലഹങ്ങൾ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സാധാരണയായി ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഇത്തരത്തിലുള്ള കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങൾ, സാധാരണ ഏതൊരു അസുഖം വന്നാലും ആദ്യം ഒരു പനിയിലാണ് തുടങ്ങുന്നത്. പനിയിൽ തുടങ്ങി ആദ്യം മരുന്ന് വാങ്ങിച്ചിട്ട് പനി മാറിയില്ലെങ്കിൽ രണ്ടാമത് ഒന്നുകൂടി വാങ്ങുമ്പോഴായിരിക്കും ഡോക്ടർമാർ അടുത്ത ടെസ്റ്റ് ചെയ്യണം, ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഈ ടെസ്റ്റിന് പോകുമ്പോഴാണ് ഈ പ്രധാന അസുഖത്തെ പറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമായി ഈ വീട്ടുകാർക്ക് അനുഭവപ്പെടുക എന്ന് പറയും രാത്രി കാലങ്ങളിൽ, അത് രാത്രിയുടെ അന്ത്യ സമയത്ത് ഒരു 11 മണി 12 മണി 1 മണിയാകുമ്പോഴേക്കും ഈ മുറ്റത്തൂടി ആരെങ്കിലും നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരു കാലച്ച കേൾക്കുന്നതായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോഴേക്ക് കതകൻ മുട്ടുന്നതായിട്ട് തോന്നും. അപ്പൊ നമ്മൾ കരുതും നമ്മൾ ഫ്രണ്ടിലെ കതകന് മുട്ടുകയാണ്. എന്നാൽ നമ്മൾ എഴുന്നേക്ക് ഫ്രണ്ടിൽ ചെല്ലുമ്പോഴേക്ക് ബാക്കിലെ പുറവശത്തെ കതകിലായിരിക്കും ഈ മുട്ടൽ വരുന്നത്. ഇതാണ് ഈ ഒരു പ്രക്രിയയുടെ തുടക്കം. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരും ഇത് ചെയ്യിക്കുന്നതിന് വേണ്ടിയും കുറെ ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് തീർത്തും കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കുക മാത്രമല്ല, ഈ കണ്ടുപിടിച്ചിട്ട്
ഇത് ഈ ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും, അതായത് ഇതിനെ രൂപപ്പെടുത്തി കൊടുത്തവർക്കും ഇത് നമ്മളുടെ ഈ ഭൂമിയിൽ കൊണ്ടിട്ടവർക്കും ഇവർ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഇവരിൽ തിരിച്ച് ഏൽപ്പിക്കാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് ആരാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും, ആർക്കൊക്കെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷത്തിൽ നന്നായിട്ട് ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്തവരുണ്ടാകും, അല്ലെങ്കിൽ വാസ്തുവിദ്യയിൽ നന്നായിട്ട് ഈ വാസ്തു പഠിച്ചിട്ടുണ്ടാകും. അല്ലാതെ 6 മാസം കൊണ്ട് വാസ്തുവിദ്യ പഠിക്കുന്നവരല്ല, നന്നായിട്ട് വാസ്തുവിദ്യ പഠിച്ച് ക്ഷേത്ര വിഷയങ്ങൾ ഉൾപ്പെടെ തച്ചുശാസ്ത്രം, വാസ്തുശാസ്ത്രം, ഈ സ്ഥപതി, ക്ഷേത്ര സ്ഥപതി എന്നുള്ളവരും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കണ്ടുപിടിക്കും. അല്ലാതെ ഉപാസനയുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവരെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ഈ 1 ലക്ഷത്തോളം 1 ലക്ഷം രൂപ ഗായത്രി ജപിക്കുക. അത് ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ല, പല 108 ചെയ്യാം, 1008 ചെയ്യാം, അങ്ങനെ പല ആവർത്തനം ചെയ്ത് ഒരു കോഴ്സ് ഈ ഗായത്രി തീർക്കുക. അതുപോലെ തന്നെ പഞ്ചാക്ഷരിയും ഇത് തീർക്കുക. അത് ഈ 1 ലക്ഷം 2 ഗായത്രി പഞ്ചാക്ഷരിയും തീർത്ത ശേഷം തുടർന്നുള്ള സമയങ്ങളിൽ 108 ജപിച്ച് പോകുമ്പോഴേക്കും അവർക്ക് ഒരു പ്രത്യേക ഒരു ശക്തി അവർ ഉൾക്കൊള്ളും. അതിന്റെ കൂടെ ഇതിന് പ്രത്യേക തരത്തിലൊരു കോമ്പസ് ഉണ്ട്. സാധാരണ കോമ്പസ് അല്ല, ഈ കോമ്പസ് നീഡിൽ നമ്മൾ കൈവച്ച് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയുണ്ട്, വീട്ടിൽ സ്ഥിരം ദുരിതമാണ്, അല്ലെങ്കിൽ രോഗം മാറുന്നില്ല, അപ്പൊ അത് എന്താണോ നോക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിന്റെ ജപം കൊണ്ടും അദ്ദേഹത്തിലുള്ള ഈ പഞ്ചാക്ഷരിയും ഗായത്രിയും ജപിച്ചുള്ള ദൈവാധീനം കൊണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ കോമ്പസ് കൊണ്ടും അദ്ദേഹത്തിന് ഓൾറെഡി ചില ലൊക്കേഷൻ സംശയം ഉണ്ടാകും. ആ ഭാഗത്തോടെ നടക്കുമ്പോൾ നോർത്ത് സൗത്ത് എന്നുള്ള കോമ്പസ് നീഡിൽ ഈ ലൊക്കേഷനിലേക്ക് തിരിഞ്ഞു വരും. അവിടെ അതിനെ ഒന്ന് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1-1.5 മീറ്റർ ചുറ്റളവിൽ ആ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കും. അങ്ങനെ ഈ സംഭവത്തെ നമുക്ക് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് നേരിട്ട് തൊടാൻ പാടില്ല. കൈകൊണ്ട് നേരിട്ട് തൊട്ട് കഴിഞ്ഞാൽ അത് 1-2 ദിവസത്തേക്ക് കൈയുടെ ഇങ്ങേയറ്റം തൊട്ട് പെരുത്ത് കരച്ച് ഭയങ്കര അസ്വസ്ഥതയായിട്ടിരിക്കുന്നത് നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ. അപ്പം മറ്റേ ഗ്ലൗസോ മറ്റെന്തെങ്കിലും ഉപാധി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തടി കഷ്ണങ്ങൾ കൊണ്ടോ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ജ്യോതിഷത്തിൽ അഗ്രഗണ്യനായിട്ടുള്ളവരും വാസ്തുവിൽ അഗ്രഗണ്യനായിട്ടുള്ളവരും അത് കഴിഞ്ഞിട്ട് ഉപാസന ചെയ്യുന്നവർ, ഈ 3 ജ്യോതിഷത്തിന്റെ കാര്യം പറഞ്ഞാൽ അവര് എന്ന് പറഞ്ഞാൽ ഈ ഹോര പഠിക്കുന്നത് കൂടാതെ അവർക്ക് ജപമുണ്ട്. ഇപ്പൊ ആ ഹോരാശാസ്ത്രം പഠിച്ച് അവർക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ഷേത്ര ദേവപ്രശ്നം വെക്കാനും അത്തരത്തിലുള്ള ജ്യോതിഷത്തിലേക്ക് ഏർപ്പെടാൻ പറ്റൂ. അതുപോലെ വാസ്തുവിദ്യ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചത് നമുക്ക് ഒരു മനസ്സിൽ പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ നമ്മൾ ദൈവാധീനം വരുത്തണമെങ്കിൽ നമ്മൾ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗായത്രി പഞ്ചാക്ഷരി ജപിച്ച് നമ്മൾ ദൈവാധീനം വരുത്തുമ്പോൾ നമ്മളുടെ നോട്ടവും നമ്മളുടെ സ്പർശവും എല്ലാം നമ്മളിൽ ഒരു സംശയം ഉളവാക്കുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് നമുക്കത് ഈ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമുക്ക് ഈ തച്ചുശാസ്ത്രം, മനുഷ്യശാസ്ത്രം, ഈ കാമശാസ്ത്രം പഠിക്കുന്നതിൽ മനുഷ്യശാസ്ത്രത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ആ ശ്ലോകം ഇങ്ങനെയാണ്: ദേഹസ്യ സൗഷ്ഠവ സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസുഖം ദയോ വപുഞ്ച തൽ സർവം ചിന്തനീയം ഹി രക്തം. ദേഹസ്യ സൗഷ്ഠവ സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസുഖം ദയോ വപുഞ്ച തൽ സർവം ചിന്തനീയം ഹി രക്തം. നമ്മളൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആരുടെ വെക്കുമ്പോഴത്തേക്ക് അതിന് 12 രാശികൾ കണ്ടുപിടിക്കാം. മേടബിടം മിഥുനം തൊട്ടുള്ള 12 രാശികൾ കണ്ടുപിടിക്കുന്നത് പോലെ മനുഷ്യശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നത് ഈ ഒരു മനുഷ്യൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ രാശിയെ, മനുഷ്യന്റെ ശരീരത്തെ 12 രാശികളാക്കി കഴിഞ്ഞാൽ ലഗ്നം പാദം തൊട്ട് തുടങ്ങി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മുൻകാലങ്ങളിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യും, ഉടായ്പ വല്ലതും ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ റൂട്ട് തിരിച്ചു മറിഞ്ഞ് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനുഷ്യശാസ്ത്രം കണ്ടുപിടിക്കുന്നത് പോലെ ഈ ജപമുള്ള ഈ ആചാര്യൻ വാസ്തുവിദ്യയിൽ അഭ്യസിച്ചിട്ടുള്ള അദ്ദേഹമായാലും ഉപാസിച്ചിട്ടുള്ള ആളായാലും ജ്യോതിഷത്തിൽ നന്നായി ജ്യോതിഷ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായാലും ഈ ഭൂമിയിൽ എത്തിപ്പെടുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാനും അത് മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളതാണ്. നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പണിക്കാരനെ കൊണ്ട്, അത് കിളക്കി എടുക്കുക ചെയ്യുന്ന ഒരാളിനെ കൊണ്ട്, അത് വിശ്വസ്തനായ ഒരാളിനെ കൊണ്ട് സാവകാശം അത് പൊട്ടാതെ എടുക്കുക എന്നുള്ളതാണ്. ഈ സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അത് പൊസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ബോട്ടിലെടുക്കുക, പ്ലാസ്റ്റിക്കിന്റെ മറ്റേതെങ്കിലും ബോട്ടിലെടുത്തതിന് ശേഷം ഏറ്റവും വൃത്തിഹീനവും ദുർഗന്ധവും വമിക്കുന്ന അഴുക്കൊരു കാൽഭാഗം നിറച്ചതിന് ശേഷം അതിലേക്ക് ഈ സാധനത്തെ ഇടുക. അതിന്റെ മുകളിലേക്ക് വീണ്ടും ആ അഴുക്കിനെ, മഹാവൃത്തികെട്ട അഴുക്കിനെ ഫില്ല് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു
വൃത്തിഹീനമായ സ്ഥലത്ത് നിക്ഷേപിക്കുക. ആറ്റിൽ സാധാരണ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഭൂമിയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എപ്പോഴേ പറയും അത് കടലിൽ ഒഴുക്കിയേരെ, അത് ആറ്റിലൊഴിക്കേരെ, കായലിലിട്ടേരെ. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കായലിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ അസ്ഥിയെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പരിപാവനമായ കടലിലേക്ക് നമ്മൾ നിക്ഷേപിച്ച് എന്നത്തേക്കുമായി ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സാധനത്തിന് ഇതിന്റെ ഉള്ളിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്, അത് ഈ രൂപകൽപ്പന ചെയ്ത ആൾ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഇത് അഴുക്കായാൽ മാത്രമേ ഇദ്ദേഹത്തിന് ചെയ്തവന്, ഇത് നമ്മൾ ബോട്ടിലിട്ടിട്ട് വൃത്തിഹീനമായ അഴുക്ക് നിറയ്ക്കുമ്പോൾ ഇത് നിർമ്മിച്ച നിർമ്മാതാവിനായിരിക്കും ആദ്യത്തെ പ്രഹരം കിട്ടുക എന്നുള്ളത്. രണ്ടാമത് വരുന്ന ഈ സാധനത്തെ നമ്മൾ ഏറ്റവും വൃത്തിഹീനമായ സ്ഥലത്ത് നിക്ഷേപിച്ചാൽ രണ്ടാമത് വരുന്നത് ആർക്കാണത്? ഇത് ചെയ്യിച്ച ആർക്കായിരിക്കും വരുന്നത്. ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്തു കൊടുത്താലും, അതായത് രൂപപ്പെടുത്തി കൊടുക്കുന്നവർക്കും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കും, അത് ചെയ്യുന്നവർക്കും ചെയ്യിച്ചവർക്കും അവർ എന്താണോ ആ വീട്ടുകാർക്ക്, ആ കുടുംബത്തിന് വേണ്ടി അവർ ഉദ്ദേശിച്ചത് അതിന്റെ ഇരട്ടി ദുരിതം അവരനുഭവിക്കേണ്ടി വരും. ആയതിനാൽ ഈ ദുഷ്പ്രവർത്തിയിലേക്ക്, ആഭിചാര കർമ്മങ്ങളിലേക്ക് ഏർപ്പെടാതെ ആ നീതിസാരത്തിൽ പറഞ്ഞതുപോലെ ആദിത്യാൻ ശരീരാനി വൈഭവം നവശാശ്വതം നിത്യസന്നിഹിതേ മൃത്യു കർത്തവ്യോ ധർമ്മസമുദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം.